എത്ര പാഠങ്ങളാണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്കുള്ളത്, അതിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം 10ാം ക്ലാസ്സിൻ്റെ നമ്മുടെ പരീക്ഷയ്ക്ക് ഇക്കായി ഏക്ക് 1ാമത്തെ യൂണിറ്റിൽ നിന്ന് എന്താ ഉള്ളത്? ഖിഡ്കി എന്ന് പറയുന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ് അല്ലേ, ലഘു കഥയാണുള്ളത്. പിന്നെയോ ജിന്ദഗി കാ സഫർ എന്ന് പറയുന്ന ഹൈക്കു ആണുള്ളത്. അത് കഴിഞ്ഞ് റൈൻ ബസേര എന്ന് പറയുന്ന യാത്രാവൃത്താണുള്ളത്. ഇനി ശ്രദ്ധിക്കുക മക്കളെ, ഖിഡ്കിയിൽ നിന്ന് ഒരു പക്ഷേ പട്കഥ സ്ക്രിപ്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്, തിരക്കഥ ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടത്, എന്തൊക്കെയാണ് തിരക്കഥയിൽ വേണ്ടത് എന്ന് മക്കൾക്കറിയാലോ, നമ്മൾ അതിന്ന് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ റൈൻ ബസേരമേം എന്ന പാഠത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു ഡയറി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അല്ലേ, ഡയറി, ലേഖകിൻ്റെ ഡയറി ചോദിക്കാം. അതല്ലെങ്കിൽ പാഗൽ കി ചരിത്ര പർ ടിപ്പണി, അതിലൊരു ഭ്രാന്തനുണ്ട് അല്ലേ, ഒരു പാഗൽ ആദ്മിയുണ്ട്, അയാളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ ലേഖകൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ എഴുതാൻ ചോദിക്കും. ആരുടെ? ഭ്രാന്തൻ്റെ. പാഗൽ എന്ന് പറഞ്ഞാൽ മെൻ്റൽ. ഓക്കെ. അതുപോലെ മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന് പറയുന്ന കവിതയിൽ അതിൻ്റെ ആശയം ചോദിക്കും. പിന്നെ വൈറ്റ് ക്യാപ്പിൽ നിന്ന് ഒരു ലെറ്ററോ ഒരു കോൺവെർസേഷനോ ഉള്ള സാധ്യതയുണ്ട് അല്ലേ, മിക്കവാറും ലെറ്ററും കോൺവെർസേഷനും ആ പാഠത്തു നിന്നാണ് സാധ്യതയുള്ളത്. ഓക്കെ, സെറ്റല്ലേ? അപ്പം നമുക്ക് നേരെ പോവാം. ഇത് പഠിക്കാതെ പോകരുത്. എല്ലാ പരീക്ഷയ്ക്കും നിർബന്ധമായിട്ടും ചോദിക്കുന്ന കുറച്ച് മോഡൽസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാണ്. അതിൽ ആദ്യത്തേതാണ് പോസ്റ്റർ. നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ഒരു കാര്യം നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് പരസ്യം ചെയ്യുന്നത് പോലെ കുറച്ച് അട്രാക്റ്റീവായിട്ട് ഒരു സമയവും ഒരു പ്രോഗ്രാമിൻ്റെ ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അടിക്കുന്ന സാധനമാണ് പോസ്റ്റർ. നമ്മൾ പോസ്റ്റർ കണ്ടിട്ടാണ് പരിപാടിക്ക് പോവുക അല്ലേ. അപ്പോൾ അഞ്ജു ഖർബന്ദാക്കി ലഘുകഥ ഖിഡ്കി കാ മഞ്ചീകരണാണ്. അപ്പോൾ എന്തിൻ്റെ പോസ്റ്ററാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് പഠിക്കാനുള്ള 1ാമത്തെ പാഠമായ ഖിഡ്കി അല്ലേ, അതൊരു ഷോർട്ട് സ്റ്റോറിയാണ് അഞ്ജു ഖർബന്ദയുടെ. അപ്പോൾ ഈ ഒരു ലഘു കഥേനെ നമ്മൾ എന്ത് ചെയ്യാണ്? നാടകമാക്കുകയാണ്. ഓക്കെ, മഞ്ചീകരൺ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ അഭിനയിപ്പിക്കുക. മഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേജാണ്, മഞ്ചല്ല, സ്റ്റേജ്. ഓക്കെ, അപ്പോൾ മഞ്ചീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേജിൽ കയറ്റുക. അപ്പോൾ കഥേനെ നാടകമാക്കി അവതരിപ്പിക്കുകയാണ്. ഏത് ദിവസമാണ് അവതരിപ്പിക്കുന്നതെന്ന് നിർബന്ധമായിട്ടും പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് വരാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ തന്നെ പല പരിപാടികൾ പോസ്റ്റർ കണ്ടിട്ട് പോകാറുണ്ട് അല്ലേ, നമ്മൾ അതിൻ്റെ ബ്രോഷർ കണ്ടിട്ട് പോകാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സമയം, പിന്നെ എവിടെയാണ് പരിപാടി നടക്കുന്നത് വെച്ചാൽ അത് എഴുതുക. ഓക്കെ, ആരെങ്കിലും ഇനോഗ്രേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ എല്ലാ പോസ്റ്ററിലും അടിയിൽ സബ്കാ സ്വാഗതം അങ്ങോട്ട് വെച്ചോ, നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ അത് എഴുതുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്രകൃതിയെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ടല്ലേ. നമ്മൾ പ്രകൃതി അല്ലേ, നമ്മൾ ജിന്ദഗി കാ സഫറും റൈൻ ബസേരമേയും ഒക്കെ പഠിക്കുന്നതല്ലേ. അപ്പോൾ പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചോദിക്കും. അതുകൊണ്ട് പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് എഴുതണം? പ്രകൃതി ഹമാര വരദാൻ ഹെ, നമുക്ക് ലഭിച്ച ഒരു വരദാനം, വരമാണ് പ്രകൃതി. ദൈവം നമുക്ക് തന്ന വരം, അല്ലെങ്കിൽ ദൈവം തന്നെ പ്രകൃതിയാണ് ഈശ്വരൻ, ഈശ്വര ഹി പ്രകൃതി ഹെ. ഈസേ ശോഷൺ മത്ത് കരയും, നമ്മൾ അതിനെ എന്ത് ചെയ്യരുത്? ശോഷണം ചെയ്യരുത്. ശോഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ചൂഷണം ചെയ്യുക, അതിനെ ഉപദ്രവിക്കരുത്, നശിപ്പിക്കരുത്. പര്യാവരൺ ബച്ചാവോ ജീവൻ ബച്ചാവോ, പ്രകൃതിയെ സംരക്ഷിക്കൂ, പരിസ്ഥിതിയെ സംരക്ഷിക്കൂ, ജീവിതത്തെ സംരക്ഷിക്കൂ. പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ, പ്രകൃതിയെ രക്ഷിക്കുക നമ്മുടെ സുരക്ഷയാണ്. പ്രകൃതി കാ നാശ് ഹമാരാ വിനാശ്, പ്രകൃതിയെ നശിപ്പിച്ചാൽ നമ്മുടെയും നാശം, നമ്മൾ മരിച്ചു പോവും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മനുഷ്യത്വത്തെക്കുറിച്ച്, മാനവതയെക്കുറിച്ചുള്ളൊരു പോസ്റ്ററാണത്, അത് നോക്കുക. അതുപോലെ യുദ്ധ നഹീം ശാന്തി ചാഹിയെ, യുദ്ധത്തിനെതിരെയുള്ള, നമുക്ക് യുദ്ധം വേണ്ട എന്നുള്ള ഒരു പോസ്റ്ററാണ്, നോക്കുക. ഇനി ഡയറി എന്തായാലും ചോദിക്കും, നിങ്ങൾക്കറിയാം ഡയറി എല്ലാ പരീക്ഷയ്ക്കും നിർബന്ധമായിട്ട് നമ്മളെല്ലാ ക്ലാസ്സിലും ചോദിക്കുന്ന ഒരു സാധനമാണ്. ഡയറിക്ക് ആദ്യം വേണ്ടത് ഡേറ്റ് ആണ്. ഡേറ്റും ആ ദിവസമൊക്കെ എഴുതുക, മാസവും വർഷമൊക്കെ എഴുതുക. എന്നിട്ട് ഹാപ്പി ആയിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ് ഡയറി എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾ പഠിക്കുക. കണ്ടോ, ഇവിടെ ഖുഷിയാണ്. ആജ് കാ ദിൻ മേരളിയെ ഖുഷി കാ ദിൻ താ, ഇന്നത്തെ ദിവസം എനിക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. പരീക്ഷയ്ക്ക് ചോദ്യം എന്താണെന്ന് ആദ്യം വായിക്കണം, എന്നിട്ട് ആ ചോദ്യത്തിൻ്റെ കാര്യം ഇവിടെ എഴുതുക അല്ലേ. ചിലപ്പോൾ നമ്മുടെ റൈൻ ബസേരമേമിൽ ആ ക്യാരക്ടർക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ജിന്ദഗി, പിന്നെ നമ്മുടെ റൈൻ ബസേരമേമിൽ അല്ലെങ്കിൽ വൈറ്റ് ക്യാപ്പിൽ ആ പയ്യൻ അല്ലെ, ആ പയ്യന് ഒരു നല്ല കാര്യം സംഭവിക്കുകയാണ്, അപ്പോൾ അവൻ അന്ന് സന്തോഷത്തോടെ ഡയറി എഴുതണം. അല്ലെങ്കിൽ അവൻ വീണിട്ട് ആക്സിഡൻ്റ് ആയിട്ട് കൈയൊക്കെ പൊട്ടി, കാലൊക്കെ പൊട്ടിയിട്ട് അന്ന് സങ്കടത്തിലെ ഡയറി എഴുതാനാണെങ്കിലോ ദുഃഖഭരാദിൻ, അപ്പോൾ ദുഃഖത്തെക്കുറിച്ച്. അപ്പോൾ ഇത് ഒരു സാഡ് സിറ്റുവേഷൻ, ദുഃഖം വന്ന് അത് എഴുതുക, ഇതൊരു ഹാപ്പി. അപ്പോൾ ആ മോഡൽ നോക്കുക, കേട്ടല്ലോ. അതുപോലെ ലെറ്റർ,
നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ലെറ്റർ ചോദിക്കും. നിങ്ങൾക്കറിയാം നമ്മൾ വലിയ കുട്ടികളായി. അപ്പോൾ ലെറ്ററിന് ദിനാങ്ക്, തിഥി അല്ലെങ്കിൽ താരീഖ്, ഡേറ്റ് വേണം കേട്ടോ. ഡേറ്റിന് എന്താ പറയുക? നിർബന്ധമായിട്ടും കത്തിൽ ഡേറ്റൊക്കെ എഴുതുക. ദിനാങ്ക് അല്ലെങ്കിൽ തിഥി. തിഥി എന്ന് പറഞ്ഞാൽ തീയതി അല്ലെങ്കിൽ താരീഖ്. ഓക്കെ, എന്നിട്ട് സ്ഥലം കൂടി എഴുതുക. പിന്നെ കത്ത് കിട്ടണമെങ്കിൽ അഡ്രസ്സ് വേണം അല്ലേ? അപ്പോൾ ഇവിടെ സേവാമയം ടു അഡ്രസ്സ്. പത്താന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ്, വിലാസം, മേൽവിലാസം. പിന്നെ നമ്മൾക്ക് ആർക്കാണ് നമ്മൾ കത്തെഴുതുന്നത്? അവരെ നമ്മൾ സംബോധന ചെയ്യണം അല്ലേ? ഗ്രീറ്റ് ചെയ്യണം. പ്രിയപ്പെട്ട സുഹൃത്തെ, അല്ലെങ്കിൽ പ്രിയ മിത്രമേ, പ്രിയ ദോസ്ത്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ ആർക്കാണ് കത്തെഴുതുന്നത് വെച്ചാൽ അവരെക്കുറിച്ച് എഴുതുക. എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ കാഷ്വലായിട്ട് ഹൗ ആർ യു, നിനക്ക് സുഖമാണോടാ? എനിക്ക് സുഖമാണെടാ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? നമ്മുടെ പശു പ്രസവിച്ചോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ തും കൈസേ ഹോ, പഠായി അല്ലെങ്കിൽ കാം കൈസേ ചൽ രഹാ ഹെ, ഘർ മേം സഭി ലോഗ് ഖുഷി മേ ഹെ നാ, ഏക് ബാത്ത് ബതാനെ കെ ലിയെ മൈം യഹ് പത്ര ലിഖ് രഹാ ഹൂം. ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ കത്ത് നിങ്ങൾക്ക് എഴുതുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കാര്യം അങ്ങോട്ട് പറയാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ആ ഡാഷിൽ എഴുതേണ്ടത്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനായിരിക്കുമല്ലോ കത്തയക്കാൻ പറയുക ചോദ്യപേപ്പറിൽ. എന്നിട്ട് എങ്ങനെ കൺക്ലൂഡ് ചെയ്യുക? തുജേ ദേഖ് കർ കിത്തനെ ദിൻ ഹോഗേ, നിന്നെ നേരിട്ട് കണ്ടിട്ടിപ്പം എത്ര ദിവസമായി? ചുട്ടി മിലാത്തോ ഘർ ആ ജാന, നിനക്ക് ലീവ് കിട്ടിയ നീ വീട്ടിലേക്ക് വരിക. വാപ്പസി പത്രക്ക് ഇന്തിസാർമേ, മറുപടി കത്തും പ്രതീക്ഷിച്ചുകൊണ്ട് നിൻ്റെ സുഹൃത്ത് താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കുകയാണ്. തേരേ മിത്ര സഹേലി നാം ഹസ്താക്ഷർ. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഒപ്പാണ്, സിഗ്നേച്ചർ. അപ്പോൾ ആ മോഡൽ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു പട്ടകഥ. പട്കഥ ചോദിക്കും. സിനിമ, പടം, പടത്തിൻ്റെ കഥയാണ് പടകഥ. എന്താണത്? പിന്നെ സ്ക്രിപ്റ്റ്. ഇപ്പോൾ പടകഥ എങ്ങനെ എഴുതും? പട്കഥ. ആദ്യം ഒരു ദൃശ്യം എഴുതണം, സീനറി. നിർബന്ധമായിട്ടും സീൻ 1, ദൃശ്യ 1 എഴുതുക. എന്നിട്ട് ആരൊക്കെയാണ് ആ സീൻ 1 അഭിനയിക്കുന്നത്? പാത്ര അവർ ആയു, അവരുടെ പേരും വയസ്സും എഴുതുക. നാം ആയു, നാം ആയു. ആദ്യം പിന്നെ ക്യാരക്ടറിൻ്റെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ക്യാരക്ടർ, കൃഷ്ണൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. 35 വയസ്സാണെങ്കിൽ അത്. പിന്നെ ലക്ഷ്മി എന്നാണെങ്കിൽ 30 വയസ്സാണെങ്കിൽ അത്. അതുപോലെ വേഷഭൂഷ, എങ്ങനത്തെ ഡ്രസ്സാണ് അവിടെ ഇട്ടിരിക്കുന്നതെന്ന് എഴുതണം. സാധാരണ ഡ്രസ്സാണെങ്കിൽ സാധാരണ വസ്ത്ര അല്ലെങ്കിൽ സാധാരണ കപ്പട എന്ന് എഴുതിയാൽ മതി. വേഷഭൂഷ എന്ന് കിട്ടുന്നില്ലെങ്കിൽ വസ്ത്ര എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ സീൻ, പാത്രം, ആയു, വേഷം, വസ്ത്രം. പിന്നെ എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്? ആരുടെയെങ്കിലും വീടാണോ? അപ്പോൾ ക്യാരക്ടറിൻ്റെ വീട്, കൃഷ്ണൻ്റെ വീട്, കൃഷ്ണ കാ ഘർ. ഇനി വീട്ടിൻ്റെ പുറത്താണോ? ഘർ കെ ബാഹർ. അല്ലെങ്കിൽ റോട്ടിലാണോ? സടക്ക് പർ. അപ്പോൾ എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാളിൽ നിന്നാണെങ്കിൽ മാള്, അങ്ങനെയൊക്കെ എഴുതുക. മെട്രോ എന്നാണെങ്കിൽ മെട്രോ, തീവണ്ടി എന്നാണെങ്കിൽ തീവണ്ടി, റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ. എത്ര മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നത്? അതായത് കഥയിൽ എത്ര മണിയാണ്? ഉച്ചയ്ക്കാണ് ആ രംഗം നടക്കുന്നതെങ്കിൽ ഉച്ച 10 മണി, അതാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അല്ല ഷൂട്ട് ചെയ്യുന്ന സമയമല്ല, ആ കഥയിൽ ഏത് സമയത്തെ കഥയാണ് പറയുന്നത്. രാത്രിത്തെയാണ് കഥ പറയുന്നതെങ്കിൽ സ്ക്രിപ്റ്റിൽ രാത്രി 10 മണി ഉണ്ടാവണം. ദോപഹർക്ക് 2 മണി, ഉച്ചയ്ക്ക് 2 ബജെ. ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക്, രാത്രി ആണെങ്കിൽ രാത്രി. കഥ നടക്കുന്നത് ഏത് സമയത്താണ് അത് എഴുതുക. ഘടന, എന്താണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണമാണെങ്കിൽ കല്യാണം, രണ്ടുപേർ തമ്മിലുള്ള വർത്തമാനാണെങ്കിൽ അത്. ഡാഷ് ഔർ ഡാഷ് ബാത് കർ രഹേ ഹെ. കണ്ടോ? കൃഷ്ണൻ ഔർ രാമൻ ബാത് കർ രഹേ ഹെ. എന്നിട്ട് അവരുടെ കോൺവെർസേഷൻ വേണമെങ്കിലോ സംവാദം, പാത്ര 1, കൃഷ്ണൻ എന്തോ പറയുന്നു, അവരുടെ കോൺവെർസേഷൻ എഴുതുക. ഡയലോഗ് എഴുതുക. ആ ഡയലോഗ് അപ്പുറത്തുനിന്ന് സംവിധായകനോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ക്യാരക്ടർ അതനുസരിച്ച് ഡബ് ചെയ്യും. ഇങ്ങനെ പറയും, എന്നിട്ട് ചുണ്ടനക്കും. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഡബ് ചെയ്യും. അപ്പോൾ അഭിനയിക്കുമ്പോൾ പോ മോനെ ദിനേശ, അപ്പുറത്തുനിന്ന് ഡയറക്ടർ പറയും പോ മോനെ ദിനേശ. അപ്പോൾ ക്യാരക്ടർ മോഹൻലാൽ പറയും പോ മോനെ ദിനേശ, മോഡുലേഷൻ കൊടുക്കും. എന്നിട്ട് പിന്നെ ഡബ് ചെയ്യും പോ മോനെ ദിനേശ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡബ് ചെയ്യുമ്പോൾ സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മോഹൻലാൽ ആ കറക്റ്റ് സാധനം അതുപോലെ പറഞ്ഞു. അപ്പോൾ ഇതൊരു പ്രോസസ്സാണല്ലേ. അപ്പോൾ അതുപോലെ പാത്ര 2, പാത്ര 1, പാത്ര 2 ഇങ്ങനെ ഓരോരുടെയും കോൺവെർസേഷൻ, അതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സാധനമാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം. ഇനി കവിതാക്ക ആശയം ചോദിക്കും. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്നുള്ളതാണ്. കവിതയുടെ ആശയം നോക്കുക. മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന് പറയുന്ന കവിത. ഈ പങ്ക്തിയ മഷഹൂർ കവി അദ്നാൻ കഫീൽ ദർവേഷ് കി മേരി ദുനിയാ കെ തമാം ബച്ചെ നാമ കവിതാ സെ ഹെ. ഇത് എഴുതിയത് ദർവേഷാണ്. അദ്ദേഹത്തിൻ്റെ മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന് പറയുന്ന കവിതയിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു വരി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? यह कविता बच्चों की मासूम दुनिया का सुंदर चित्र प्रस्तुत करती है. ഈ കവിത കുട്ടികളുടെ ലോകത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ വരച്ചു വെക്കുന്നു. കവി का विश्वास है कि बच्चे एक दिन नफरत, युद्ध और हिंसा की दुनिया
को बदल देंगे. കവി എന്താ പറയുന്നത്? കുട്ടികൾ ഒരു ദിവസം വെറുപ്പിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒക്കെ ലോകം മാറ്റിമറിക്കും. സരൽ ശബ്ദം ലിഖി ഹെ കവിത സമജ്ന ബഹുത് ആസാൻ ഹെ. വളരെ ലളിതമായ വാക്കുകളിൽ എഴുതിയ ഈ കവിത വായിച്ച് മനസ്സിലാക്കാനും വളരെ ഈസിയാണ്. സരൽ കവിത ഹെ. കവിത സ്ത്രീയാണ്, പെണ്ണാണ്. അതുകൊണ്ട് കീ കവിത, എല്ലായിടത്തും കവിത പെണ്ണാണ് കേട്ടോ. ഇനി ബच्चे दीवारों पर ചിത്ര ബനായെങ്കെ. കുട്ടികൾ ചുമരിൽ ചിത്രം വരയ്ക്കും. ജാൻവറും പക്ഷിയോം സെ ബാത് കരേങ്കെ. മൃഗങ്ങളോടും പക്ഷികളോടും വർത്തമാനം പറയും. ഖേലെങ്കെ അവർ പ്രകൃതിക്ക് സാത്ത് ഘുൽമിൽ ജായെങ്കെ. കളിക്കും, പ്രകൃതിയോട് ചേർന്ന് നടക്കും. വേ ടാങ്കോം അവർ ബന്ദൂക്കോം ജൈസി ചീസോം കോ മിട്ടി പർ ദബാ ദേങ്കെ. അവർ ഈ തോക്കും ബാക്കി കാര്യങ്ങളൊക്കെ മണ്ണിൽ കുഴിച്ചു മൂടും. ക്യോങ്കി ഉൻകി ദുനിയാമേ ഡർ और ഹിംസ की कोई जगह नहीं होगी. കാരണം അവരുടെ ലോകത്ത് പേടിൻ്റെയോ വെറുപ്പിൻ്റെ ഒന്നും ഒരു കണിക പോലും അവശേഷിക്കില്ല. കുട്ടികൾ ഇന്നസെൻ്റ് ആണ്, നിഷ്കളങ്കരാണ്. വേ സടക്കോം പർ പാനി ഭർക്കർ ഉസ്മേ ഖേലെങ്കെ. നിങ്ങളെപ്പോലത്തെ കുട്ടികളാണ് അല്ലേ. അവർ റോട്ടിൽ വെള്ളം നിറയുമ്പോൾ അതിൽ തുള്ളിക്കളിക്കും. അവർ ദീവാരോമ്യം ചെയ്ത് കർക്ക് ഏഹ് ദേखेंगे कि दूसरी ओर भी वही मौसम और वही പ്രകൃതി है. എന്നിട്ട് അവർ മതിലിന് തോട്ടയാക്കിയിട്ട് ചുമരിന് ദ്വാരം ഉണ്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് അവർ എന്ത് ആലോചിക്കും? മതിലിൻ്റെ അപ്പുറത്തും ഇവിടുത്തെ പോലെ തന്നെ ഇവിടുത്തെ അതേ കാലാവസ്ഥയാണോ, ഇവിടുത്തെ അതേ പ്രകൃതിയാണോ എന്നവർ ഒളിഞ്ഞു നോക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ, രണ്ട് വീടുകൾ തമ്മിൽ മതിലുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല, കുട്ടികളെ വേർതിരിക്കാൻ പാടില്ല, ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഒരു കോൺസെപ്റ്റൊന്നും കൊണ്ടുവരാൻ പാടില്ല. കാരണം കുട്ടികൾ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് അല്ലേ. കവി कहना चाहता है कि बच्चे नफरत की बजाय प्रेम करना सीखेंगे और पेड़ों, गिलहरियों, चींटियों, टिड्डों, नदियों और पहाड़ों के साथ मिलकर एक सुंदर और खुशहाल दुनिया बनाएंगे. കവി ഇവിടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? കുട്ടികൾ നഫ്രത്ത് കെ ബജായ്, വെറുപ്പിന് പകരം, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിനും വെറുപ്പിനും പകരം പ്രേം കർണ സീഖെങ്കെ, നല്ലവണ്ണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവർ സന്തോഷത്തിൻ്റെ ഒരു പുതുപുത്തൻ ലോകം തീർക്കും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. റൈൻ ബസേരേമ എന്ന് പറയുന്ന പാഠം, ആ ഒരു യാത്രാവൃത്തം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മോഡലാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക, ശ്രദ്ധിക്കുക. റൈൻ ബസേരേമ യാത്രാവൃത്ത ക യഹ് അംശ പഠേ ഏക് അവർ ദോ കെ ഉത്തർ ലിഖിയ. റൈൻ ബസേരേമ എന്ന് പറയുന്ന പാഠത്തു നിന്നുള്ള ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് 1ഉം 2ഉം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇതേ ചോദ്യമാണ് ഇനി എക്സാമിന് വരാൻ പോകുന്നത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. शिक्षक दिवस के अवसर पर पूरे देश में अनगिनत शिक्षकों का सम्मान किया जाता है. मेरे शहर में मेरा भी कई बार सम्मान हो चुका है, लेकिन उस रात को भय और आतंक के साये में ही सही मुझे जो सम्मान मिला वह अपूर्व था. मैंने कभी नहीं सोचा था कि यह एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा. എന്താ പറയുന്നത്? അധ്യാപക ദിവസം, അധ്യാപക ദിനം, ശിക്ഷക ദിവസം, അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഭാരതത്തിൽ എല്ലായിടത്തും പരിപാടികൾക്ക് ഞാൻ പോകാറുണ്ട്, എനിക്ക് ഒരുപാട് അവാർഡും കിട്ടാറുണ്ട്. പക്ഷേ അന്ന് രാത്രി, അതെ പേടിയുള്ള ഒരു രാത്രിയാണെങ്കിൽ പോലും, എന്നെ പേടിപ്പിച്ചൊരു പ്രാന്തൻ്റെ കൈമെന്നാണെങ്കിൽ പോലും, അന്ന് രാത്രി ആ പ്രാന്തൻ്റെ അടുക്കുന്ന എനിക്ക് കിട്ടിയ ആ ഒരു ചെറിയ സമ്മാനം അല്ലേ, ആ ഒരു നാണയമാണ് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവാർഡ് എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. യഹാം കാ ശിക്ഷക് കോൻ ഹെ. ഇവിടുത്തെ അധ്യാപകൻ ആരാണെന്നാണ് ചോദ്യം. ചോട്ടു ആണോ, പ്രാന്തനാണോ, അല്ല യുവാവാണോ, അല്ല ലേഖകാണ് അല്ലേ, ലേഖകാണ്. ശരി. ഉസ് രാത് കോ മിലെ സമ്മാൻ കോ ലേഖക് സർവശ്രേഷ്ഠ ക്യോ മാനത്തെ ഹെ. അന്ന് രാത്രി കിട്ടിയ ആ സമ്മാനം, ആ ചെറിയൊരു സമ്മാനത്തെ നമ്മുടെ ലേഖകൻ സർവശ്രേഷ്ഠമായിട്ട് എന്തിനാണ് കാണുന്നത്, ഏറ്റവും സൂപ്പറായിട്ട് എന്തിനാണ് കാണുന്നത്? लेखक इस सम्मान को सर्वश्रेष्ठ इसलिए मानते हैं क्योंकि यह सम्मान उन्हें एक विक्षिप्त പാഗൽ വ്യക്തിസെ പ്രാപ്ത ഹുവാത്ത, ഒരു ഭ്രാന്തൻ്റെ അടുത്തു നിന്നാണ് ആ സമ്മാനം കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹം അതിനെ സ്പെഷ്യലായിട്ട് കാണുന്നു അല്ലേ. കാരണം അങ്ങനെയുള്ളൊരു മാഡായിട്ടുള്ള, മെൻ്റലായിട്ടുള്ള ഒരാൾ അയാളെ റെസ്പെക്റ്റ് ചെയ്ത രീതിയിലാണ് കൊടുത്തത്. മാത്രമല്ല അയാളൊരു അറിവുള്ള ആളുമായിരുന്നു അല്ലേ. ഉസ് വ്യക്തിക്ക് അവചേതന്മേം ഗുരുക്കെ പ്രതി ആദർ കാ സംസ്കാർ ഇത്ര ഗഹരാത്ത. അപ്പോൾ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഗുരുഭക്തി നല്ലവണ്ണം ഉണ്ടായിരുന്നു. ടീച്ചർമാരെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും ടീച്ചർമാർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, ആ ഭ്രാന്തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സോ അയാളുടെ ഒരു നല്ല സ്വഭാവമായിട്ടാണ് നമ്മുടെ ലേഖകൻ അതിനെ കാണുന്നത്. ലേഖകെ ശിക്ഷക ഹോനെ കി ബാത്ത് ജാൻതേ ഹി. ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ.
ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഭീഷണിപ്പെടുത്തി പേടിപ്പെടുത്തി ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് കത്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ആലോചിച്ച് പേടിച്ചിരിക്കുമ്പോഴാണ് എന്താ നിങ്ങളുടെ പേര്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഞാനൊരു മാഷാണ് അല്ലേ, അങ്ങനെ പറയുന്നത്. അപ്പോൾ അധ്യാപകനാണ്, ശിക്ഷ കാണുന്ന അറിഞ്ഞ സമയത്ത് തന്നെ ഭ്രാന്തൻ്റെ പെരുമാറ്റം മാറി, അയാൾ നല്ലതായി, അയാൾ ഗിഫ്റ്റും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, അവരെ ഉപദ്രവിച്ചില്ല. ഉസ്ക ഉദണ്ഡ് വ്യവഹാർ വിനമ്രതാമേ ബദൽ ഗയ അവർ ഉസ്നെ ലേഖകെ പൈർ ചുയേ. കണ്ടോ, ഉദണ്ഡ് വ്യവഹാർ, ഭയങ്കര ദേഷ്യം വരുന്ന പേടിപ്പെടുത്തുന്ന ഭ്രാന്തമായ ആ പെരുമാറ്റം അല്ലേ. പുലിനെ പോലെ വന്നവൻ അപ്പുറത്ത് നിൽക്കുന്ന ആൾ മാഷാണെന്ന് അറിഞ്ഞപ്പോൾ എലീനെ പോലെയായി. വിനമ്രതാമേ ബദൽ ഗയ, എന്നിട്ട് കാല് തൊട്ട് നമസ്കരിച്ചിട്ടാണ് പോയത് അല്ലേ. പൈർ ചുയേ, പാദം തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് അദ്ദേഹം പോയത്. സോ അതുകൊണ്ടായിരിക്കാം സർവശ്രേഷ്ഠമായിട്ട് അതിന് ലേഖകൻ കാണുന്നത്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി ഖിഡ്ക്കി എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഖിഡ്ക്കി ലഘുകഥാക്ക ഈ അംശ പഠയം 5 और 6 के उत्तर लिखे. ഖിഡ്ക്കി എന്ന് പറയുന്ന കഥ വായിക്കുക, അതിൻ്റെ അകത്ത് നിന്ന് 2 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക. ചൽ न तेरी न मेरी 150 पर पीस. अच्छा दीदी ठीक है, लो रंग पसंद कर लो. कुछ सोचते हुए उसने कहा और खटर पत्नी के सामने सरका दिया. पत्नी ने 5 शालें अलग कर ली और मेरी और देख रुपये देने का इशारा किया. चल न तेरी न मेरी 150 रुपये पर पीस. ये किससे कहा അല്ല. ഇവിടെ നമ്മുടെ എഴുത്തുകാരനല്ല, നമ്മുടെ ക്യാരക്ടർ മൈം എന്ന് പറയുന്ന ആ ഗൃഹനാഥനും അയാളുടെ ഭാര്യയും 2 കുട്ടികളും ട്രെയിനിൽ കല്യാണത്തിന് പോവാണ്. അപ്പോൾ വഴിയിൽ വെച്ച് ഷാൾ വിൽക്കാൻ വരുന്ന ലേഡി, ഹിന്ദിക്കാരിയായ കച്ചവടക്കാരിയായിട്ടുള്ള കോൺവെർസേഷനാണ്. ആ കറുത്ത കൺമഷിയിട്ട് ആ സുന്ദരിയായ കറുത്ത പെൺകുട്ടിയായിട്ട് എൻ്റെ ഭാര്യ മൈമിൻ്റെ വീട്ടുകാരൻ്റെ ഭാര്യ നടത്തുന്ന കോൺവെർസേഷനാണല്ലേ. അപ്പോൾ ചൽ ന തേരി ന മേരി, നിൻ്റെയും ഇല്ല എൻ്റെയും ഇല്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നമുക്ക് ഉറപ്പിക്കാം 150 റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉറപ്പിക്കാൻ പോകുന്നില്ലേ. ആ ഉറപ്പിക്കൽ ഇത് ആരോട് പറഞ്ഞ ഡയലോഗാണെന്നാണ് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി. ആരോട് പറഞ്ഞാണ് പറഞ്ഞേ? यह लेखक की पत्नी ने शॉल बेचने वाली युवती से कहा. അത് ആ ക്യാരക്ടറിലെ മൈം അല്ലേ, മൈം അല്ലെങ്കിൽ ഗൃഹനായക് കി പത്നി. അപ്പോൾ ഗൃഹനാഥൻ്റെ ഭാര്യ ഷോൾ വെക്കുന്ന പെണ്ണിനോട് പറഞ്ഞതാണത്. ഓക്കെ, यानी कोष्टक के शब्दों की मदद से वाक्य विस्तार करें. ആ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ച് സെൻറ്റൻസ് വലുതാക്കുക. യുവതി ബേച്ചത്തി ഹെ, യുവതി വിൽക്കുന്നു. യുവതി എന്താ വിൽക്കുന്നത്? ഷോൾ ബേച്ചത്തി ഹെ. എവിടെയാണ് വിൽക്കുന്നത്? ट्रेन में बेचती है. എങ്ങനത്തെ ഷാളാണ് വിൽക്കുന്നത്? രംഗീൻ ഷോൾ ബേച്ചത്തി ഹെ. യുവതി ബേച്ചത്തി ഹെ, യുവതി ഷോൾ ബേച്ചത്തി ഹെ, യുവതി ട്രെയിൻ में ഷോൾ ബേച്ചത്തി ഹെ, യുവതി ട്രെയിൻ में രംഗീൻ ഷാൾ ബേച്ചത്തി ഹെ. ഇങ്ങനെ ചേർത്ത് വലുതാക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും വരും. പിന്നെ ഒരു പാഠം നമുക്കുള്ളത് വൈറ്റ് ക്യാപ്പാണ് അല്ലേ. ആ പാഠത്തിൻ്റെ പാരഗ്രാഫ് വായിക്കുക. ബേച്ചാര കേശവ് ദിൻ കോ റുവാസ പടാ രഹത്ത മഗർ രാത് കോ സപ്നെ മേ വഹ് അപ്നെ കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേഖ്താ കർത്താ താ. അവൻ പകൽ മുഴുവൻ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നാലും രാത്രി സ്വപ്നത്തിൽ അവൻ വലിയൊരു ക്രിക്കറ്റ് പ്ലെയറായിട്ട് മാറും അല്ലേ. അച്ഛനോടും അമ്മയോടൊക്കെ ക്രിക്കറ്റ് ബാറ്റും അതൊക്കെ വാങ്ങിത്തരാൻ പറഞ്ഞിട്ട് കിട്ടിയില്ല. പക്ഷെ അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ പുതിയ ഫ്രണ്ട്സ് അവനെ കളിക്കാൻ കൂട്ടിയില്ല. ഉസ്കെ ഹാത്തോ മേ നയാ ബല്ല ഔർ സിർ പർ ഝക് വൈറ്റ് ക്യാപ്പ് ഹോത്തി. അപ്പോൾ അവൻ സ്വപ്നത്തിൽ അവൻ്റെ കയ്യിൽ പുതിയൊരു ബാറ്റും നല്ല വെള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവൻ സ്വപ്നത്തിൽ ഇങ്ങനെ അടിച്ച് മിന്നിക്കുകയാണ് 6ഉം 4ഒക്കെ ക്രിക്കറ്റ്. ടാങ്കോം പർ ഷാൻദാർ മോട്ടെ പാഡ് കസേ ഹോത്തെ, പാഡൊക്കെ ഇട്ടിട്ട് കേട്ടോ. മോട്ടെ മേണ്ടക്ക് കി തരഹ ദിഖ്തേ അപ്പനെ ഉസ് റൂപ് കി കൽപ്പന വഹ് മൻ ഹി മൻ മുസ്കുരാത്ത. അവൻ വലിയ പേക്കറം തവളനെ പോലെ അവൻ സ്വയം പാഡൊക്കെ ഇട്ടിട്ട് അവനൊരു തവളക്കേനെ പോലെ തോന്നിയിട്ട് അവൻ ഒറ്റയ്ക്ക് പൊട്ടിച്ചിരിക്കുമായിരുന്നു സ്വപ്നത്തിൽ. കേശവ് മൻ ഹി മൻ മുസ്കുരാത്ത ഹെ ക്യോ. കേശവൻ അവൻ്റെ സ്വന്തം മനസ്സിൽ ഉറക്കത്തിൽ തന്നെത്താനെ പുഞ്ചിരിക്കുമായിരുന്നു ഉറക്കത്തിൽ. എന്തുകൊണ്ടാണ് തന്നെത്താനെ പുഞ്ചിരിക്കുന്നത്? കേശവ് ഇസ്ലിയേ മുസ്കുരാത്ത ഹെ ക്യോങ്കി വഹ് സപ്നെ മേ ഖുദ് കോ ക്രിക്കറ്റ് ഖേൽത്തെ ഹുയെ. അവൻ സ്വപ്നത്തിൽ സ്വയം ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ടും ഷാൻദാർ പാഡ് പെഹന, നല്ല അടിപൊളി ലുക്കുള്ള ഒരു പാഡൊക്കെ ഇട്ടിട്ട്, അതുപോലെ തന്നെ സിർ പർ വൈറ്റ് ക്യാപ്പ്, തലയിലൊരു വെള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട്
एक मोटे मेंढक की तरह ഒരു വലിയ തവളയെ പോലെയാണ് അവനെ കാണുന്നത്. അപ്പോൾ തവളക്കനെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് സ്വയം ചിരി വന്ന് അവൻ സ്വപ്നത്തിൽ ചിരിക്കുന്നതാണ് ആ ക്വസ്റ്റ്യൻ. अपने सपने के बारे में केशव और माँ के बीच की संभावित बातचीत लिखिए. അവൻ്റെ സ്വപ്നത്തെക്കുറിച്ച് അവൻ്റെ അമ്മയോട് പോയി പറഞ്ഞാൽ ആ കേശവനും അവൻ്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുക. ഈ ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആണ്. അഥവാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ബെല്ല और ബോൾ ना मिलने से केशव बहुत दुखी हुआ. ബാറ്റും ബോളും കിട്ടാത്തത് കൊണ്ട് കേശവൻ വളരെ സാഡായി അല്ലേ. ഇസ് पर उसके माता और पिता के बीच की बातचीत. അപ്പം ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അവൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ളതാണ്. അവൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുക. ആദ്യം നമുക്ക് കേശവനും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കാം. മാം കേശവ് തും ഇത്തനെ ഖുഷ് ക്യോं ഹോ. എടാ കേശവ നീ എന്താ ഇന്ന് ഇത്ര സന്തോഷത്തിൽ എന്ന് ചോദിക്കുകയാണ്. മാം मैंने सपना देखा कि मैं बड़ा ക്രിക്കറ്റ് ഖിലാഡി ബൻ ഗയാ ഹും. അമ്മേ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നത്തിൽ എന്താ കണ്ടത്? ഞാൻ വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനായി. മാം അച്ഛാ ഫിർ ക്യാ ഹുവാ. കൊള്ളാലോ, പിന്നെന്തുണ്ടായി മോനെ? മേരെ ഹാത്ത് മേ നയാ ബല്ല ഥാ. എൻ്റെ കയ്യിലൊരു പുതിയ ബാറ്റ് ഉണ്ടായിരുന്നു. അവർ മേനെ അച്ഛാ ഖേല. ഞാൻ സൂപ്പറായിട്ട് കളിച്ചു അമ്മേ. സബ് ലോഗ് മേരി താരീഫ് കർ രഹേ തെ. എല്ലാവരും എന്നെ ഇങ്ങനെ ക്ലാപ്പ് അടിച്ച് അടിപൊളി കേശവ് 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 എന്നിട്ട് ഇങ്ങനെ ചിയർ ചെയ്യായിരുന്നു. ബേട്ട പെഹലെ 5വീം പാസ് കർ ലോ ഫിർ ബോൾ ദിലാ ദൂങ്കി. മോനെ നീ ആദ്യം 5ാം ക്ലാസ് ഒന്ന് പാസ്സാവ്, എന്നിട്ട് നിനക്ക് ഞങ്ങൾ ബോളും ബാറ്റൊക്കെ വാങ്ങിത്തരാടാ ചക്ക എന്ന് പറഞ്ഞു. അഭി പഠായി പർ ധ്യാൻ ദോ. ഇപ്പം ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാതെ പോയി പഠിക്കടാ എന്ന് പറഞ്ഞു അല്ലേ. നീ പോയി പഠിക്കുക എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളോട് വീട്ടിൽ നിന്ന് പറയുന്നില്ലേ 10ാം ക്ലാസ്സാണ് പോയി പഠിക്കുക എന്ന് പറയുന്നവർക്ക്. അമ്മ ഓക്കെ അമ്മ ഞാൻ പോയി പഠിക്കാമെന്ന് പറഞ്ഞു. നല്ല കുട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ളത്. കേശവിൻ്റെ പാടത്തു നിന്ന് വൈറ്റ് ക്യാപ്പിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ബാത്ത് ചീത്ത് വരും. എഴുതി വെച്ചോ, ഷുവറാണ്. ഗ്രാമർ ചോദിച്ചാൽ ഉസ്കെ മേം നിഹിത് സർവനാം കോൺസാ ഹെ അല്ലേ. ഉസ്കെ മേം നിഹിത് സർവനാം. നമ്മൾ സർവനാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നെയിമിന് പകരം യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഹരീഷിൻ്റെ വീട് പാലക്കാടാണ്. ഹരീഷിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്. ഞാൻ ഹരീഷിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഹരീഷിൻ്റെ സഹോദരിയുണ്ട്. അവിടെ ഹരീഷിൻ്റെ വീട്ടിൽ പട്ടിയുണ്ട്. ഹരീഷിന് ബൈക്കുണ്ട്. ഇങ്ങനെ ഹരീഷ് എന്നുള്ള മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവൻ, അവൻ്റെ, അദ്ദേഹത്തിൻ്റെ, അങ്ങനെയൊക്കെ ഇടയും. അങ്ങനെ നെയിമിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സാണ് സർവനാം. ഓക്കെ. അപ്പം ഇവിടെ ഇപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഉസ്കെ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ ഏത് സർവനാമം ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒന്ന് പറഞ്ഞേ, ഉസ്കെ എന്ന് ഏത് സർവനാമം ഉള്ളത്? അവൻ്റെ എന്നാണ്. അപ്പോൾ അവ പ്ലസ് അവൻ്റെ, വഹ് പ്ലസ് കെ ആണ് ഉസ്കെ അല്ലേ. അപ്പോൾ സർവനാമം എന്ന് പറയുന്നത്, അതിൽ മൂലമായിട്ടുള്ള സർവനാമം എന്ന് പറയുന്നത് വഹ് ആണ് കേട്ടോ. വഹ് പ്ലസ് കെ ആണെന്ത്? ഉസ്കെ. ഈ സർവനാമത്തിൻ്റെ കാരക രൂപം നമ്മൾ സർവനാമത്തിൻ്റെ കൂടെ വഹിൻ്റെ കൂടെ കാ കെ കീയൊക്കെ ചേർക്കുമ്പോൾ ഉസ്ക ഉസ്കി ഉസ്കെ എന്നൊക്കെ വരും. സംബന്ധ സൂചകമായിട്ടുള്ള രൂപം. ഓക്കെ. അതുപോലെ ഗ്രാമർ ട്രെയിൻ ചൽത്തി ഹെ, ട്രെയിൻ ചൽ രഹി ഹെ. വർത്തമാനകാലം പ്രസൻറ്റ് കണ്ടിന്യൂസ്. ചൽത്തി ഹെ പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. വ്യാപാരി ഗീത് ഗാത്താ ഹെ, വ്യാപാരി ഗീത് ഗാ രഹാ ഹെ. വഹ് അതുപോലെ ഗീത് ഗാ രഹാ ഹെ. खिड़कीയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. പെഹലെ बीवी बच्चे जनरल से जाने पर कुछ नाराज़ हुए पर फिर थोड़ी नानुकुर के बाद मान गए. दिल्ली से लगभग 8 घंटे का सफ़र, सीट बुक थी तो ज़्यादा परेशानी नहीं हुई. അപ്പോൾ നിങ്ങൾക്കറിയാം ഖിഡ്കിയിലാണ്, നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കുന്നതാണ്. സിമ്പിൾ പാഠമാണ്. അതിൽ നിന്ന് കുറേ ചോദ്യങ്ങളുണ്ടാവും കേട്ടോ. ദില്ലി സെ ഹോഷിയാർപൂർ തക്ക് കിത്തനെ ഘണ്ട की दूरी है. വെരി ഈസി ക്വസ്റ്റ്യൻ. ഡൽഹിയിൽ നിന്ന് ഹോഷിയാർപൂരിലേക്ക് എത്ര മണിക്കൂർ യാത്രയുണ്ട്? ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ടല്ലോ. 8 घंटा അല്ലേ. 8 घंटे. പത്നി ഓർ ബച്ചെ ക്യോം നാരാസ് ഹോ ഗയെ. എന്തുകൊണ്ടാണ് ഭാര്യയും മക്കളും ആദ്യം ദേഷ്യപ്പെട്ട് പിണങ്ങിയത്? ജനറലിൽ പോവാം, AC വേണ്ട, തണുപ്പല്ലേ എന്ന് ഭർത്താവ് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. 8 घंटे. പത്നി ഓർ ബച്ചെ ഇസ്ലിയെ നാരാസ് ഹുയെ ക്യോങ്കി ലേഖകൻ ഇസ് ബാർ AC
എ സി പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എ സി എയർ കണ്ടീഷൻ. അപ്പം ए सी वातानुकूलित कमरे के बजाय वातानुकूलित कोच के बजाय जनरल कोच से सफ़र करने का फैसला किया था. बाद में सीट पहले से बुक होने के कारण उन्हें ज़्यादा परेशानी नहीं हुई और वे मान गए. അപ്പം അതാണ് അതിൻ്റെ ഉത്തരം വരിക. ഈ ട്രെയിൻ യാത്രയിലെ അനുഭവങ്ങൾ വെച്ചിട്ട് ആ പുരുഷപാത്രം നമ്മുടെ അതിൽ ക്യാരക്ടർ ഉണ്ടല്ലോ, മൈം എന്ന് പറയുന്ന ഗൃഹനായകൻ, അയാളുടെ ഡയറി ചിലപ്പോൾ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഖിഡ്കിയിലെ ഗൃഹനാഥൻ്റെ ഡയറി ചോദിക്കും. കാരണം അയാൾ അതിൻ്റെ അകത്ത് അയാളുടെ അച്ഛനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഷോൾ വിൽപ്പനക്കാരെ കണ്ടപ്പോൾ അയാൾക്ക് അച്ഛനെ ഓർമ്മ കഥയൊക്കെ എഴുതുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു മോഡലുണ്ട്, ജസ്റ്റ് നോക്കുക. അപ്പോൾ അത്രയാണ് മക്കൾ അതിൻ്റെ അകത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ട്രെയിൻ യാത്ര അനുഭവങ്ങൾ വെച്ചൊരു പത്രം ചിലപ്പോൾ ചോദിക്കും. അതേ പാഠത്തു നിന്നൊരു പത്രത്തിനുള്ള ഒരു കത്തിനുള്ള സാധ്യതയുണ്ട്. കത്തിന് നിർബന്ധമായിട്ട് ഡേറ്റ്, സ്ഥലം, ഡേറ്റ്, പ്ലേസ്, അതുപോലെ ടു സേവാമേ അഡ്രസ്, പത്ത വിലാസം, അതൊക്കെ എഴുതുക കേട്ടോ. അതുപോലെ മേരി ദുനിയാക്കി തമാം ബച്ചയുടെ ആശയം ചോദിച്ചിട്ടുണ്ട്. റൈൻ ബസേരമ്യം എന്നുള്ളതിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരും കേട്ടോ. पहचान कर लिखें कि कौन सा क्रम सही है. ग्रामीण आदमी, लेखक का साथी छोटू, रात के समय यात्रियों को तंग करता रहा. ആരാണത്? ജാ താണ് അല്ലേ. പാഗലാത്മിയാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഗ്രാമീൺ ആദ്മി എന്ത് ചെയ്തു? ഗാവ് കെ ബച്ചോं को पढ़ाता रहा. നർമ്മദ കെ തീരെ ലേഖക സഹയാത്രി രഹ ആരാണ്? ചോട്ടു ആണ്. ഗാവ് കെ മന്ദിർ की देख रेख करता है ഗ്രാമീൺ ആദ്മി. അപ്പോൾ ച എന്ന് പറയുന്ന ഏതാണ്? ധ ആണ്. അതുപോലെ ഛ എന്ന് പറയുന്ന ഏതാണ്? ദ ആണ്. പിന്നെ ജ ഏതാണ്? ത ആണ്. അപ്പോൾ ധ ദ ത ഇതാണല്ലേ. നാലാമത്താണ് ആൻസർ. അതുപോലെ ആ യാത്രാ വൃത്താന്തം അനുസരിച്ചൊരു തിരക്കഥ എഴുതാൻ, പട്കഥ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. സമയം, സന്ദർഭം, ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ക്യാരക്ടേഴ്സ്, അവരുടെ വേഷം, എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, പുഴയുടെ തീരത്താണോ, ആ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു തിരക്കഥ എഴുതുക. ഹൈക്കൂവിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. ജിന്ദഗി കാ സഫറിൽ സ്നേഹം എന്നുള്ളതിൻ്റെ സമാനാർത്ഥി പദം അവിടെ നേഹാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നേഹ്. അതുപോലെ തന്നെ ഈ ഹൈക്കൂക്ക സമാൻ ആശയം, ഇതിലുള്ള ആശയം വരുന്നത് ഏതാണെന്ന് നോക്കി എഴുതാനാണ്. ബർഫീലി നഗരം में प्यार की कमी महसूस होती है. അതുപോലെ റൈൻ ബസേരയുള്ള ചോദ്യമാണ്. ഹമേം പീഠ ബി സക്ത താ. അയാൾക്ക് ചിലപ്പോൾ നമ്മളെ തല്ലാനും പറ്റുമായിരുന്നു. ആരാണ് അയാൾ? ഭ്രാന്തനാണ്. ആരാണ്? നമ്മൾ ചോട്ടുവും ലേഖകനുമാണല്ലേ. സിമ്പിൾ ചോദ്യങ്ങളാണ്. പിന്നെ ആ വാക്യ വിസ്താരം, ഇതേ മോഡലാണ് ചോദ്യങ്ങൾ വരിക. ആദ്മീനെ പരേഷാൻ കിയ, ആദ്മീനെ ബഹുത്ത് പരേഷാൻ കിയ, പാഗൽ ആദ്മീനെ ബഹുത്ത് പരേഷാൻ കിയ, പാഗൽ ആദ്മീനെ രാത് കോ ബഹുത്ത് പരേഷാൻ കിയ. വൈറ്റ് ക്യാപ്പിൽ നിന്നുള്ള ചോദ്യമാണ്. സഹി പ്രസ്താവ് ദാദാജി കേശവ് കോ മാം ബാപ് കെ പാസ് ലായേ. ദാദാജി കേശവ് കോ ഗാവ് സെ ഷഹർ ക്യോം ലേ ജായേ. അയാൾക്ക് ക്ഷീണമായി അല്ലേ, അയാൾക്ക് വയസ്സായി. അതുപോലെ കോൺവെർസേഷൻ ചോദിക്കുകയാണ് ദാദാജിയും കേശവും. ആ ചോദ്യം ചിലപ്പോൾ പ്രതീക്ഷിക്കാം കേട്ടോ. ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദാദാജിയും കേശവും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ എല്ലാം സെറ്റാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ടാറ്റ.